തത്സമയ വചനപ്രഘോഷണത്തിനായി നമ്മോടൊപ്പം ബ്രദർ തോമസ് വില്ലനശ്ശേരി. ഈ ആത്മീയ പ്രഭാഷണത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രിയ റേഡിയോ മരിയ ശ്രോതാക്കളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ. ആമേൻ. ഇന്ന ദിവസം കത്തോലിക്ക സഭ രണ്ട് വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഒന്ന് വിശുദ്ധ സൈമന്റെയും രണ്ട് വിശുദ്ധ യൂദായുടെയും. കർത്താവിന്റെ അപ്പോസ്തലന്മാരായി ജീവിച്ച് കടന്നുപോയ ഇവരുടെ ജീവിത രീതി നമുക്ക് എന്നും ഒരു അനുഗ്രഹവും അതോടൊപ്പം തന്നെ മാതൃകയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 12 ആഴ്ചകളിലായിട്ട് റേഡിയോ മരിയയിലൂടെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 50 അധ്യായങ്ങൾ പൂർത്തീകരിച്ചു. ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമായ പുറപ്പാട് പുസ്തകം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടു, യാക്കോബും കുടുംബവും ഈജിപ്തിലേക്ക് വരുന്നതും ഗോഷേനിൽ താമസമുറപ്പിക്കുന്നതും. അവർ ഈജിപ്തിലേക്ക് വന്നതാകട്ടെ 70 പേര്. യാക്കോബും കുടുംബം, യാക്കോബും മക്കളും ഭാര്യമാരും മക്കളും ദാസിദാസന്മാർ ഉൾപ്പെടെ 70 പേരാണ് ഈജിപ്തിലേക്ക് വന്ന് താമസം തുടങ്ങിയത്. ജോസഫ് ഈജിപ്തിന്റെ അധിപതിയായിരുന്നു. അതുകൊണ്ട് യാക്കോബിനും കുടുംബത്തിനും ആ രാജ്യത്തില് എല്ലാവിധ സ്വാതന്ത്ര്യവും അനുവദിച്ചിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടു, ഈജിപ്തിലും സമീപ പ്രദേശങ്ങളിലും കൊടിയ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആ കാലഘട്ടത്തില്, ക്ഷാമം അനുഭവിക്കുന്ന ആ കാലഘട്ടത്തില് യോസഫിന്റെ നിർദ്ദേശാനുസരണം ഫറവോ ധാന്യങ്ങൾ ശേഖരിക്കുകയും 7 വർഷത്തെ സമൃദ്ധിയില് അവിടെ ധാന്യം ശേഖരിച്ചത് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരുന്നത് ഈജിപ്തിലും സമീപ രാജ്യങ്ങളിലെല്ലാം വിറ്റ് ഫറവോ വലിയ സമ്പന്നനായി തീരുന്നു. അങ്ങനെ യാക്കോബും കുടുംബവും ആ ക്ഷാമകാലം പിന്നിട്ടു. ദൈവം താൻ തിരഞ്ഞെടുക്കപ്പെട്ട അബ്രഹാത്തിന് കൊടുത്ത ഒരു വാഗ്ദാനമുണ്ട്. നീ ഭൂമിയിൽ നിറഞ്ഞ് നിന്റെ സന്താനങ്ങള് എണ്ണിയാ തീരാത്തത്രമായി വർദ്ധിക്കുമെന്ന്. ഇവിടെ പുറപ്പാടിന്റെ പുസ്തകത്തില് തുടക്കത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നത്, 1-ാം അധ്യായത്തില് 8-ാം തിരുവചനത്തില്, അങ്ങനെ ഇരിക്കെ ഒരു പുതിയ രാജാവ് ഈജിപ്തിൽ ഭരണാധികാരിയായി. അവന് ജോസഫിനെ പറ്റി അറിവില്ലായിരുന്നു. നമ്മൾ മുമ്പ് ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, നിന്റെ സന്തതികള് ഈജിപ്തിൽ 4 തലമുറ വരെ അടിമത്തത്തിലായിരിക്കുമെന്ന്. ദൈവത്തിന്റെ ആ കൽപ്പനയും ദൈവത്തിന്റെ ഹിതവും നിറവേറ്റിയേ മതിയാവൂ. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനം, യാക്കോബും കുടുംബവും 12 ഗോത്രപിതാക്കന്മാര്, അവരുടെ മക്കളുടെ മക്കള്, അങ്ങനെ 4 തലമുറ കഴിയുമ്പോഴാണ് ഈ പുറപ്പാടിന്റെ ചരിത്രം ഇവിടെ തുടങ്ങുന്നത്. 4 തലമുറ കഴിയുമ്പോൾ യാക്കോബും കുടുംബവും ഈജിപ്തിലേക്ക് വരുമ്പോഴുണ്ടായിരുന്ന ഭരണാധികാരിയായിരുന്ന ഫറവോ ജോസഫിലൂടെ തന്റെ രാജ്യത്തെ രക്ഷിച്ചു എന്നും അങ്ങനെ ഈജിപ്ത് സമ്പന്നമായോ എന്നുള്ള കാര്യം
വരും തലമുറ മറന്നപ്പോൾ അവർ ആ ഭരണാധികാരികൾ 4 തലമുറ കഴിഞ്ഞു വരുന്ന തലമുറയിലുള്ള രാജാക്കന്മാര്, ജോസഫിന് അറിയില്ലാത്ത രാജാക്കന്മാര് ഇസ്രായേൽ ജനത്തെ ഭയപ്പെടാൻ തുടങ്ങി. കാരണം 4 തലമുറ കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം ഈജിപ്തിലുള്ള ജനതയേക്കാൾ അധികമായി തീർന്നു. നമ്മൾ മുമ്പേ കേട്ടു, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണത്തരി പോലെയും നിന്നിൽ നിന്നും ഒരു ജനതയെ പുറപ്പെടുവിക്കുമെന്ന് പിതാവായ ദൈവം അരുൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ യാക്കോബും കുടുംബവും 70 പേരോടൊപ്പം ഈജിപ്തിൽ വന്ന് വാസമുറപ്പിച്ചപ്പോൾ ആ വാസമുറപ്പിച്ച ആ സമൂഹത്തിൽ നിന്ന് ഈജിപ്തിലെ ജനതയേക്കാൾ അധികമായി വർദ്ധിച്ചു. അപ്പോൾ ഈജിപ്തുകാർ ഭയപ്പെട്ടു. അവർ ഭയപ്പെടാൻ കാരണം, ഒരു യുദ്ധമുണ്ടായാൽ ഇവർ എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനം ശത്രുപക്ഷത്ത് ചേർന്നാല് നമ്മളെ അവർ തോൽപ്പിക്കാനിടയുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. അവരൊരു തീരുമാനമെടുക്കുകയാണ്. ഇസ്രായേൽക്കാർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ ആൺകുട്ടികളെ മുഴുവൻ കൊന്നുകളയാൻ അവർ തീരുമാനിക്കുക. അങ്ങനെ ഒരു വംശനാശം വരുത്താൻ അവർ തീരുമാനിച്ച പ്രകാരം സൂതികർമ്മിയെ വിളിച്ചിട്ട് ഇസ്രായേൽ ജനതയിലുള്ള സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ ആൺകുട്ടികളാണെങ്കിൽ അതിനെല്ലാം നൈൽ നദിയിൽ എറിഞ്ഞ് കൊല്ലുവാനായിട്ട്. പക്ഷെ ദൈവത്തിന്റെ കരം അവരുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെടാൻ ഇടയാക്കിയില്ല. അങ്ങനെ ഇരിക്കെയാണ് ഇവരെ എങ്ങനെ അടിച്ചമർത്താം എന്നുള്ള ആ ഇസ്രായേൽ ഈജിപ്ത് രാജാവിന്റെ പദ്ധതിക്ക് പുതിയൊരു രൂപം കൊടുക്കുകയാണ്. പരമാവധി അവരെ പീഡിപ്പിക്കുവാനായിട്ട് നിശ്ചയിക്കുകയാണ്. അവർ ഇഷ്ടി ചുടുന്നവരും വയലിൽ പണിയെടുക്കുന്നവരും ആയിട്ടൊക്കെ അവരെ ജോലിയിൽ ഏർപ്പെടുത്തുമ്പോൾ അവരെയെല്ലാം അവർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഇരട്ടി ജോലി എടുപ്പിച്ച് പീഡിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ജനതയെ നശിപ്പിക്കാമെന്ന് അവർ കരുതി. അവിടെയും ഈജിപ്ത് ഭരണാധികാരികൾ പരാജയപ്പെടുകയാണ്. അങ്ങനെ കഠിനമായിട്ടുള്ള മേലാധിമാരുടെ പീഡന നിമിത്തം നരകയാതന അനുഭവിക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ കണ്ണീര് ദൈവം കണ്ടപ്പോഴാണ് ദൈവം മോശയെ അങ്ങോട്ട് അയക്കുന്നത്. അതിനു മുമ്പ് മോശയുടെ ജനനത്തെ പറ്റി നമ്മൾ 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അതുകൂടി ഈ കൂട്ടത്തിൽ അറിയുന്നത് നന്നാണ്. മോശയുടെ ജനനം, കാരണം ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ വേണ്ടി ഒരാളെ ദൈവം തിരഞ്ഞെടുക്കുന്നു. ആ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി, ആ വ്യക്തിയെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. അക്കാലത്ത് ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരാൾ തന്റെ തന്നെ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. അവൾ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിച്ചു. ശിശു കോമളനായിരുന്നു. അവൾ, ഈ കുഞ്ഞിന്റെ അമ്മ, അവൾ അവനെ 3 മാസം രഹസ്യമായി വളർത്തി. അവനെ തുടർന്ന് രഹസ്യമായി വളർത്തുക ദുഷ്കരമായി തീർന്നപ്പോൾ ഞാങ്ങണ കൊണ്ട് നെയ്ത കളിമണ്ണും താറും പൂശിയ ഒരു പേടകത്തിൽ അവനെ കിടത്തി. നദീതീരത്തുള്ള ഞാങ്ങണ ചെടികൾക്കിടയിൽ പേടകം കൊണ്ടുചെന്നു വെച്ചു. അവന് എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കിക്കൊണ്ട് അവന്റെ സഹോദരി കുറെ അകലെ കാത്തു നിന്നിരുന്നു. അപ്പോൾ ഫറവോയുടെ പുത്രി വന്ന് കുളിക്കാൻ നദിയിലേക്ക് ഇറങ്ങി. അവളുടെ തോഴിമാർ നദീതീരത്തിലൂടെ നടക്കുകയായിരുന്നു. രാജകുമാരി ഞാങ്ങണ ചെടികൾക്കിടയിൽ ഒരു പേടകം കണ്ടു. ഒരു ദാസിയെ അഴിച്ച് അവൾ അതെടുത്തു. തുറന്നു നോക്കിയപ്പോൾ അവൾ ശിശുവിനെ കണ്ടു. അവൻ കരയുകയായിരുന്നു. അവൾക്ക് അവനോട് അനുകമ്പ തോന്നി. അവൾ ശിശുവിനെ എടുത്തു. ഒരു ഹെബ്രയ ശിശുവാണ് അത് എന്ന് അവളുടെ തോഴി പറഞ്ഞു. അപ്പോൾ അവന്റെ സഹോദരി ഫറവോയുടെ പുത്രിയോട് ചോദിച്ചു, നിനക്ക് വേണ്ടി ഈ കുട്ടിയെ മുലയേറ്റി വളർത്തുന്നതിന് ഒരു ഹെബ്രയ സ്ത്രീയെ ഞാൻ വിളിച്ചു കൊണ്ടുവരട്ടെയോ? ഫറവോയുടെ പുത്രി അവളോട് പറഞ്ഞു, അങ്ങനെയാകട്ടെ. അവൾ പോയി ശിശുവിന്റെ അമ്മയെ വിളിച്ചു കൊണ്ടുവന്നു. ഫറവോയുടെ പുത്രി അവളോട് പറഞ്ഞു, ഈ ശിശുവിനെ കൊണ്ടുപോയി
എനിക്ക് വേണ്ടി മുലയൂട്ടി വളർത്തുക. ഞാൻ നിനക്ക് അവൾ ശിശുവിനെ കൊണ്ടുപോയി വളർത്തി. ശിശു വളർന്നപ്പോൾ അവൾ അവനെ ഫറവോയുടെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുവന്നു. അവൾ അവനെ പുത്രനായി സ്വീകരിച്ചു. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവന് മോശ എന്ന പേര് നൽകി. ഇതാണ് മോശയുടെ ജനനത്തെ കുറിച്ച് പറയുന്നത്. അങ്ങനെ ഫറവോയുടെ കൊട്ടാരത്തിൽ വളർന്ന മോശ ഇവിടെ പറയുന്നുണ്ട്, അവളുടെ മോശയുടെ അമ്മ തന്നെയാണ് അവനെ മുലയോട്ടി വളർത്തുന്നത്. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. അങ്ങനെ പ്രായപൂർത്തിയായപ്പോൾ മോശ ഒരു ഹെബ്രായ ഗോത്രത്തിൽപ്പെട്ട, ഹെബ്രായനായിരുന്ന ഒരു മനുഷ്യന്, അപ്പോ ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യന്റെ പുത്രനായിരുന്നു മോശ. അപ്പോ അവന്റെ ഉള്ളിനുള്ളില് താനൊരു ഹെബ്രായനാണെന്നും താനിവിടെ പരദേശിയാണെന്നുള്ള ബോധ്യം അവനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രായപൂർത്തിയായപ്പോൾ മോശ തന്റെ ജനത്തെ കാണാൻ രാജകൊട്ടാരത്തിന് പുറത്തിറങ്ങി. അങ്ങനെ മോശ രാജകൊട്ടാരത്തിന് പുറത്ത് വന്നപ്പോൾ തന്റെ ഗോത്രത്തിൽപ്പെട്ട രണ്ടുപേർ തമ്മിൽ ചണ്ട കൂടുന്നു. അപ്പൊ രണ്ടുപേരും ചണ്ട. അപ്പൊ അതില് ഒരു ഈജിപ്തുകാരനോടുണ്ടായിരുന്നു. ആ ഈജിപ്തുകാരനും ഹെബ്രായനും കൂടി ചണ്ട തന്റെ സഹോദരനായ ഹെബ്രായ സഹോദരനോട് അനുകമ്പ തോന്നി മോശ ആ ഈജിപ്തുകാരനെ അടിച്ചു. അവൻ തൽക്ഷണം മരണമടയുന്ന കാണുന്നൂടെ. മോശ അവനെ ആരും അറിയാതെ കുഴിച്ചു മൂടുന്നതായിട്ട് വചനം പറയുന്നുണ്ട്. അത് ആരും കണ്ടില്ല എന്ന് മോശ ധരിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും മോശ തന്റെ ജനത്തെ കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷയിൽ തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ രണ്ട് ഹെബ്രായർ തമ്മിൽ ചണ്ട കൂടുന്നത് കണ്ടു. അപ്പോൾ അവരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നിങ്ങൾ സഹോദരന്മാരാണ്, നിങ്ങൾ തമ്മിൽ ചണ്ട കൂടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരുവൻ മോശയോട് പറഞ്ഞു, നീ ആരാണ് ഞങ്ങളുടെ അധികാരി ആയിട്ട് നിന്നെ ആരാണ് ഞങ്ങളുടെ അധികാരിയായി നിയമിച്ചിരിക്കുന്നത്? ആ ചോദ്യം മനസ്സിലോർത്തുക. നിന്നെ ആരാണ് ഞങ്ങളുടെ അധികാരിയായി നിയമിച്ചതെന്ന് മോശയോട് അവർ ചോദിക്കുകയാണ്. ഇന്നലെ നീ കൊന്ന ഈജിപ്തുകാരെ പോലെ ഞങ്ങളെയും കൊല്ലാനാണോ നിന്റെ പാപമെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഈ മോശ ആരും കണ്ടില്ല എന്നാണ് വിചാരിക്കുന്നത് ഈജിപ്തുകാരനെ കൊന്നത്. അവിടെ മോശ മറ്റുള്ളവർ അറിഞ്ഞു എന്ന് കേട്ടപ്പോൾ ഭയപ്പെട്ടു. അവിടെ എബ്രായക്കാരുടെ ഇടയിൽ തന്റെ സഹോദരന്മാരുടെ ഇടയിൽ തനിക്കുണ്ടായിരിക്കുന്ന ഇപ്പോഴുള്ള ആ അധികാരം, കാരണം ഫറവോയുടെ പുത്രിയുടെ മകനെ വളർത്തുമകനെ വളർന്നത്. അപ്പൊ ആ ഒരു പരിമിതി വെച്ചുകൊണ്ട് തന്റെ സഹോദരങ്ങളെ സഹായിക്കാം എന്ന് കരുതിയാണ് മോശ അവരുടെ ഇടയിലേക്ക് ചെന്നത്. എന്നാൽ അവിടെ അവർ അവനെ സ്വീകരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ മോശ ചെയ്ത കൊലപാതകത്തെ കുറിച്ച് ഹെബ്രായര് മാത്രമല്ല ആ നാട്ടിലുള്ള പലരും അറിഞ്ഞൊന്നും അത് രാജാവിന്റെ ചെവിയിലെത്തി എന്ന് പറഞ്ഞപ്പോൾ മോശ ഒളിച്ചോടി പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. മോശ ഒളിച്ചോടി പോകുന്നത് ഈജിപ്തുകാരെ ഇവിടെ പറയുന്നുണ്ട്. പ്രായപൂർത്തിയായ ശേഷം മോശ ഒരിക്കൽ തന്റെ സഹോദരനെ സന്ദർശിക്കാൻ പോയി. അവൻ അവരുടെ കഠിനാധ്വാനം നേരിൽ കണ്ടു. തത്സമയം സ്വജനത്തിൽപ്പെട്ട ഒരു ഹെബ്രായനെ ഈജിപ്തുകാരൻ പ്രഹരിക്കുന്നത് കണ്ടു. 2-ാം അധ്യായത്തില് 15-ാം തിരുവചനത്തിൽ വരുമ്പോൾ അപ്പോ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവ് ചെയ്ത മോശ അടുത്ത ദിവസം ചുറ്റി സഞ്ചരിക്കുമ്പോൾ രണ്ട് ഹെബ്രായർ തമ്മിൽ ചണ്ട കൂടുന്നത് കണ്ടു. തെറ്റ് ചെയ്തവനോട് അവൻ പറഞ്ഞു, നീ എന്തിനാണ് കൂട്ടുകാരനെ അടിക്കുന്നത്? അപ്പോൾ അവൻ ചോദിച്ചു, ആരാണ് നിന്നെ ഞങ്ങളുടെ മേലധികാരിയും ന്യായാധിപനും കൊന്നതുപോലെ എന്നെയും കൊല്ലാനാണോ നീ ഉദ്ദേശിക്കുന്നത്? ഇത് 14-ാമത്തെ തിരുവചനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പറയുന്നുണ്ട്, ആരാണ് നിന്നെ, ഇവിടെ വ്യക്തമായിട്ട് അത് മനസ്സിൽ കുടിച്ചെടുക്കുന്നതാണ്, ഞങ്ങളുടെ മേലധികാരിയും ന്യായാധിപനുമായി നിയമിച്ചത്. അങ്ങനെ ഈ മോശ ഈജിപ്ത് രാജാവും ഈജിപ്തിലെ മറ്റു ജനതകളും താൻ ചെയ്ത കൃത്യം അറിഞ്ഞെന്നറിഞ്ഞപ്പോൾ അവൻ ഒളിച്ചോടി പോവുകയാണ് മിദ്യാനിലേക്ക്. അങ്ങനെ ഒളിച്ചോടിപ്പോയ മോശ അവിടെ മിദ്യാനിൽ ചെന്ന് ജത്രോന്റെ വീട്ടിൽ താമസം ഉറപ്പിക്കുന്ന നമ്മൾ വായിക്കുന്നുണ്ട്.
ഇവിടെ ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത് ഈ പുറപ്പാടിന്റെ പുസ്തകത്തില് തുടക്കം ഞാൻ നിങ്ങളോട് പറഞ്ഞു 430 വർഷക്കാലത്തെ അടിമത്ത ജീവിതത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ഇസ്രായേൽ ജനത്തെ ദൈവം മോചിപ്പിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അബ്രഹാത്തിനോട് കൊടുത്ത വാഗ്ദാനമാണ് ഈ നാട് നിനക്കും നിന്റെ സന്തതികൾക്കുമായി ഞാൻ നൽകുമെന്ന്. അത് 4 തലമുറ കഴിയുമ്പോഴാണ് അത് നൽകുന്നതെന്നും ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ 4 തലമുറ എന്ന് പറയുമ്പോൾ 430 വർഷം കഴിയുമ്പോഴാണ് ആ ചരിത്രത്തിന്റെ പൂർത്തീകരണം. അപ്പൊ ഇസ്രായേൽ ജനം ഈ അവിടെ താമസം ഉറപ്പിച്ച് 4 തലമുറ കഴിയുമ്പോഴാണ് ദൈവം അവരെ മോചിപ്പിക്കാൻ വേണ്ടി ഒരു വ്യക്തിയെ കണ്ടെത്തുന്നത്. ആ വ്യക്തിയുടെ ജനനത്തിന്റെ പറ്റിയുള്ള വിവരമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്. അതിനുവേണ്ടി ദൈവം തിരഞ്ഞെടുത്തത് ലേവി ഗോത്രത്തിൽ തന്നെ ഒരു വ്യക്തിയെ ദൈവം, കാരണം പൗരോഹിത്യത്തിനായി ദൈവം തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഗോത്രമായ ലേവി ഗോത്രത്തിൽ തന്നെ മോശയെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ഇനി മോശയുടെ ദൗത്യം ഏൽപ്പിക്കുന്നതിന് മുമ്പ് അവന്റെ ഉള്ളില് തന്റെ ജനത്തെക്കുറിച്ചുള്ള ഒരു തീഷ്ണത ദൈവം ജ്വലിപ്പിക്കുകയാണ്. ഇവിടെ നമ്മളുള്ളത് ഹെബ്രായ ജനത്തിന്റെ ആ പീഡനം നേരിൽ കാണാൻ വേണ്ടി കൊട്ടാരം വിട്ടിറങ്ങി വന്ന മോശയ്ക്കുണ്ടായ അനുഭവം അവിടെ തന്റെ ജനം തന്നെ സ്വീകരിക്കുന്നില്ല. അപ്പോ അങ്ങനെ തന്റെ ജനത്തിന്റെ പീഡനത്തിൽ നിന്നും അവരെ ആശ്വസിപ്പിക്കാൻ ഇറങ്ങി വന്ന മോശയെ അവർ തള്ളിക്കളയുകയാണ്. മോശ മിദ്യാനിലേക്ക് ഒളിച്ചോടി പോകുന്നു. ആ മിദ്യാനിൽ പോയി ജത്രോയുടെ ഭവനത്തില് ജത്രോയുടെ ഒരു മകളെ വിവാഹം കഴിച്ച് അവിടെ കഴിഞ്ഞുകൂടുന്ന സമയത്താണ് ദൈവം മോശയെ തിരഞ്ഞെടുക്കുന്നത് ഹെറോബ് മലയിൽ വെച്ച്. കാരണം ജത്രോന്റെ ആടുമാടുകളെ മേയിക്കുമ്പോൾ ദൈവം അവന് പ്രത്യക്ഷപ്പെടുകയാണ് ഹെറോബ് മലയിൽ വെച്ച്. അവിടെ 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മോശ ഇവിടെ പറയുന്ന 3-ാം അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുകയാണ്. മോശ തന്റെ അമ്മായിയപ്പനും മിദ്യാനിലെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേയിച്ച് കഴിയുകയായിരുന്നു. അവൻ മരുഭൂമിയിലൂടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിന്റെ മലയായ ഹെറോബിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു മുൾപ്പടപ്പിന്റെ മധ്യത്തിൽ ജ്വലിക്കുന്ന അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി, മുൾപ്പടപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നു, എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്ത് ചെന്ന് ഒന്ന് കാണട്ടെ. മുൾപ്പടപ്പ് എരിഞ്ഞു ചാമ്പലാവുന്നില്ലല്ലോ. അവൻ അത് കാണുന്നതിന് അടുത്തേക്ക് ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപ്പടപ്പിന്റെ മധ്യത്തിൽ നിന്ന് കർത്താവ് ഇങ്ങനെ വിളിച്ചു, മോശെ മോശെ. അവൻ വിളിക്കേട്ടു, ഇതാ ഞാൻ. അവിടെ നിന്ന് അരുൾ ചെയ്തു, അടുത്ത് വരരുത്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവിടെ നിന്ന് തുടർന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവം. മോശ മുഖം മറച്ചു. ദൈവത്തിന് നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു. കർത്താവ് വീണ്ടും അരുൾ ചെയ്തു, എന്റെ ജനത്തിന്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്നും ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്നും അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് ഞാൻ അവരെ കൊണ്ടുപോകാൻ വീണ്. കണ്ടോ, ഇതാ ഇസ്രായേലിലെ നിലവിളി എന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുത്തേക്ക് അയക്കാം. നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. മോശ ദൈവത്തോട് പറഞ്ഞു, ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും ഞാൻ ആരാണ്? അവിടെ നിന്ന് അരുൾ ചെയ്തു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം. നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ എന്നെ ആരാധിക്കും. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. ഇവിടെ മോശയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മോശ പിന്നീട് ദൈവത്തിന്റെ ആ വിളി കേട്ടുകൊണ്ട് തടസ്സം പറയുന്നുണ്ട്, എനിക്ക് വാക്ചാതുര്യമോ സംസാരശേഷിയോ ഒന്നും ഇല്ലെന്ന് തടസ്സം പറയുന്നുണ്ട്. എന്നാൽ മോശയെ തന്നെ അയക്കണമെന്ന് നമ്മൾ പിന്നീട്
ചരിത്രം വായിക്കുമ്പോൾ കാണുന്നുണ്ട് മോശയെ കുറിച്ച് പറയുന്നത് ഒരു സൗമ്യനായ ഒരു മനുഷ്യൻ എന്നാ പറയുന്നത്. സൗമ്യനായ മനുഷ്യൻ. കാരണം ഈജിപ്ത് ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ ഇസ്രായേൽ ജനത്തെ താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫറവോയുടെ അടിമത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമ്പോൾ ഈ വലിയ ജനസന്ധി ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവരുമ്പോൾ ആ ഇസ്രായേൽ ജനത്തിന്റെ സംഖ്യയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അവിടെയാണ് നമ്മൾ അത്ഭുതപ്പെടേണ്ടത്. മോശയെ ദൈവം എന്തുകൊണ്ടാണ് തെരഞ്ഞെടുത്തതെന്ന് നമ്മൾ അറിയണമെങ്കിൽ ഇവിടെ പുറപ്പാടിന്റെ പുസ്തകത്തില് 12-ാം അധ്യായത്തില് ഒരു വചനം ഇപ്രകാരം 37-ാം തിരുവചനത്തില് ഇസ്രായേൽക്കാർ റമേസിൽ നിന്നും സുക്കത്തിലേക്ക് കാൽനടയായി യാത്ര തിരിച്ചു. അവർ സ്ത്രീകളും കുട്ടികളും കൂടാതെ ഏകദേശം 6 ലക്ഷത്തിൽ പരം പുരുഷന്മാരുണ്ടായിരുന്നു പറയുന്നത്. ഇനി ഈജിപ്തിലെ വസന്തകാലം 430 വർഷമായിരുന്നു. 430 വർഷം തികയെന്നാണ് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവന്നത് കേട്ടോ. അപ്പോ ഇവിടെ നമ്മള് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുമെന്ന് അബ്രഹാത്തോട് ദൈവം വാഗ്ദാനം ചെയ്തിരുന്നു. അങ്ങനെ ഈജിപ്തിലേക്ക് പോയ യാക്കോബും കുടുംബവും 70 പേര് അവിടെ ചെന്ന് ഹോസേനിൽ വാസം ഉറപ്പിച്ച് 400 വർഷത്തോളം കഴിഞ്ഞപ്പോഴാണ് അവരുടെ പീഡന സഹിക്കാതെ വന്നത്. കാരണം ഈജിപ്ത് ജനതയേക്കാൾ അധികമായി ഇസ്രായേൽ ജനത്തിന്റെ ജനസംഖ്യ വർദ്ധിച്ചു. അപ്പോൾ ആ ജനതയുടെ കണ്ണീര് കണ്ട ദൈവം ഒരാളെ അയക്കണമെങ്കിൽ അതിന് പറ്റിയ യോഗ്യനായ ഒരു മനുഷ്യൻ ഈ ലേവി ഗോത്രത്തിൽപ്പെട്ട് ദൈവം പ്രത്യേകമായി തെരഞ്ഞെടുത്ത മോശ തന്നെയായിരിക്കണമെന്ന്. കാരണം മോശയുടെ ജനത്തെ പറ്റി നമ്മൾ കേട്ടു. അവന്റെ അമ്മ ആൺകുട്ടികളെ മുഴുവൻ നൈൽ നദിയിലെറിഞ്ഞ് വധിക്കണമെന്നുള്ള ഫറവോയുടെ ഉത്തരവിനെ ഭയന്ന് ഒളിച്ചു വളർത്താൻ തീരുമാനിച്ച് അങ്ങനെ ഒളിച്ചു വളർത്തിയതോ ഫറവോയുടെ പുത്രിയിൽ കൂടി തന്നെ. കണ്ട ദൈവത്തിന്റെ ഇടപെടല്. കൊട്ടാരത്തിലാണ് മോശ വളർന്നത്. കൊട്ടാരത്തിൽ എല്ലാ സുഖഭോഗങ്ങളോടെ മോശ വളർന്നു. എന്നാൽ പ്രായപൂർത്തിയായപ്പോൾ മോശയിൽ ഉണ്ടായിരുന്ന ആ എബ്രായന്റെ ആ ഉള്ളിലുള്ള തിഷ്ഠത, രക്തത്തിലൂടെ കിട്ടിയ ആ ബന്ധം, അവൻ പ്രായപൂർത്തിയായപ്പോൾ തന്റെ ജനത്തെ കാണാൻ വന്നു. അവരവരെ സ്വീകരിച്ചില്ല. നമ്മൾ വായിച്ചു, അവരെ സ്വീകരിച്ചില്ല. അവൻ ഒളിച്ചോടി. ദൈവിക പദ്ധതിയാണ്. 40 വയസ്സായപ്പോഴാണ് മോശയെ ദൈവം തെരഞ്ഞെടുത്ത് ഈജിപ്തിലേക്ക് കിടക്കുന്നത്. അങ്ങനെ ദൈവം തെരഞ്ഞെടുക്കുമ്പോഴും മോശ പറയുന്നത്, ഞാൻ അതിന് യോഗ്യനല്ല. ഈ ജനത, അവർ എന്നോട് ഒരിക്കൽ ചോദിച്ചു, നിന്നെ ആരാണ് ഞങ്ങളുടെ ഭരണാധികാരിയായി നിയമിച്ചത്? അപ്പൊ ദൈവം പറയുന്നത്, നീ തന്നെ പോകണം. കാരണം നീ പോയി കഴിയുമ്പോൾ നിന്നോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കും. അപ്പോഴാണ് മോശ പറയുന്നത്, അങ്ങ് കൂടെ ഉണ്ടായിരിക്കും, ഉറപ്പാ. പക്ഷെ ഫറവോയുടെ കൊട്ടാരത്തിൽ പോയിട്ട് ഫറവോയോട് തങ്ങളുടെ ജനത്തെ, ഹെബ്രായ ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ അനുവദിക്കുമെന്ന് പറയുമ്പോൾ അതിന് തക്ക വാക്ചാതുര്യം എനിക്കില്ല. അവിടെ ദൈവം കോപിക്കുന്നുണ്ട്. അപ്പോഴെ നിന്റെ സഹോദരനുണ്ടല്ലോ ഒരു അഹ്റോൻ, അവനിപ്പോ വരുന്നുണ്ട്, അവനെ നീ കൂട്ടിക്കൊള്ളാൻ. കേട്ടോ, ദൈവിക പദ്ധതിയാണത്. അവിടെ മോശ തനിക്കുള്ള കഴിവിനെ പറ്റി അവൻ അഹങ്കരിക്കുന്നില്ല. തനിക്കൊരു കഴിവുണ്ടാകാം, പക്ഷെ ദൈവം അവനെ തിരഞ്ഞെടുത്തു. നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ വായിക്കുമ്പോൾ ഇപ്രകാരം നമ്മൾ കേട്ടു, യേശു ഉയർന്ന മലയിലേക്ക് പോയി. രാത്രിയുടെ യാമങ്ങളിൽ അവൻ ഇറങ്ങി വന്നിട്ട് ശിഷ്യന്മാരുടെ ഇടയിൽ നിന്നും 12 പേരെ തെരഞ്ഞെടുത്ത് അവരെ അപ്പോസ്തലന്മാരെന്ന് വിളിച്ചു. അപ്പോൾ യേശുവിന്റെ കൂടെ അനേകം ശിഷ്യന്മാരുണ്ടായിരുന്നു. നമ്മൾ വായിക്കുന്നത് അനേകം പേരുണ്ടായിരുന്നു ശിഷ്യരായിട്ട്. സ്നാപയോഹന്നാന്റെ കൂടെ ആയിരുന്നവരും യേശുവിന്റെ കൂടെ വന്നു. സ്നാപയോഹന്നാൻ പറഞ്ഞത് ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറയുമ്പോൾ യോഹന്നാനെ വിട്ട് വന്ന ആൾക്കാരും ഉണ്ടായിരുന്നു യേശുവിന്റെ കൂടെ. എന്നാൽ തന്നോട് കൂടെ ആയിരിക്കാനും അയക്കപ്പെടുവാനുമായി അവൻ 12 പേരെ തെരഞ്ഞെടുത്ത് അവരെ അപ്പോസ്തലന്മാരെന്ന് വിളിച്ചു. ആ 12 അപ്പോസ്തലന്മാര് നമ്മള് പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. 12 ഗോത്രപിതാക്കന്മാർ, യേശു തെരഞ്ഞെടുക്കപ്പെട്ട 12 അപ്പോസ്തലന്മാര്.
വെളിപാടിൽ വായിക്കുന്നുണ്ട്, സ്വർഗത്തിലെ സിംഹാസനത്തിന്റെ സമീപമായിട്ട് 24 ഇരിപ്പിടങ്ങള്, ആ 24 ഇരിപ്പിടങ്ങൾ ഒരുക്കിയത് 12 ഗോത്രപിതാക്കന്മാർക്കും ഈശോ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നോട് കൂടെ ആയിരിക്കാനും അയക്കപ്പെടുവാൻ തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാർക്കും 24 ഇരിപ്പിടങ്ങൾ ഒരുക്കിയ ദൈവം. ഇവിടെ ദൈവം താൻ തിരഞ്ഞെടുത്ത ജനതയായിരുന്ന ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് പിതാക്കന്മാരുടെ പറഞ്ഞ അനുസരിച്ച് 4 തലമുറ പുറത്തു കൊണ്ടുവരും. അവരെ പുറത്തു കൊണ്ടുവന്നിട്ട് അബ്രഹാത്തിനെ പറയാണ്, ഈ ദേശം, ഇപ്പോൾ നീ താമസിക്കുന്ന ദേശം നിനക്കും നിന്റെ തലമുറകൾക്കുമായി ഞാൻ നൽകുമെന്ന്. അപ്പൊ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്, 4 തലമുറ കഴിയുമ്പോൾ കാനാൻ ദേശം, അബ്രഹാം താമസിച്ചിരുന്ന ദേശം, യാക്കോബ് താമസിച്ചിരുന്ന ദേശം, ആ കാനാൻ ദേശത്തു നിന്നാണ് ഈജിപ്തിലേക്ക് അവർ പോയത്. ആ ദേശത്തേക്ക് മടക്കി കൊണ്ടുവരും. അവിടെ പറയുന്നുണ്ട്, തേനും പാലും ഒഴുകുന്ന ദേശം, നിങ്ങൾ പണിതിട്ടുള്ള പട്ടണം, നിങ്ങൾ വിതക്കാത്ത നിങ്ങൾ പാടശേഖരങ്ങള്, ഇതെല്ലാം നിനക്കും നിന്റെ സന്തതിക്ക് ഞാൻ കൊടുക്കുമെന്ന് ദൈവം അബ്രഹാത്തോട് വാഗ്ദാനം ചെയ്തിരുന്നത് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഈജിപ്തിന്റെ അടിമത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത സൗമ്യനായ മനുഷ്യനായിരുന്നു മോശ. അങ്ങനെ ദൈവം മോശയെ ഈജിപ്തിലേക്ക് അയക്കുമ്പോൾ മോശ പറയുന്നുണ്ട്, ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈജിപ്ത് രാജാവ് എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ എനിക്ക് പ്രത്യേക പ്രാവണ്യമോ വാക്ചാതുര്യമൊന്നുമില്ല. അപ്പൊ ദേഷ്യപ്പെട്ട് ദൈവം പറയുന്നുണ്ട്, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താ? അവന്റെ കയ്യിലിരിക്കുന്ന വടി മാത്രമാ. ആ വടി എന്തിനാ? മോശ ചെയ്തിരുന്നത് തന്റെ അമ്മായപ്പനായിരുന്ന ജത്രോയുടെ ആടുമാടുകളെ മേയ്ക്കുന്ന ജോലിയായിരുന്നു മോശക്കുണ്ടായിരുന്നത്. അപ്പൊ എന്റെ കയ്യിൽ കരുതിയിരുന്ന വടി മാത്രമാണ് മോശക്കുള്ളൊരായുധം. ദൈവം പറയണം, നീ അവിടെ ചെല്ലുക, ഈ വടി മതി നിനക്ക്. അതിന് മുന്നേ ഒരു അടയാളം കൊടുക്കുകയാണ്, നീ നിന്റെ കയ്യിലിരിക്കുന്ന വടി താഴെ ഇടുക. മോശ താഴെ ഇട്ടപ്പോൾ അത് സർപ്പമായി തീർന്നു. മോശ ഭയപ്പെട്ടു പോയി. ഉടനെ മോശയോട് പറയുന്നുണ്ട്, അതിന്റെ വാലിൽ നീ കയറി പിടിക്കുക. അങ്ങനെ മോശ ആ വടിയിൽ താഴെ ഇട്ടപ്പോൾ സർപ്പമായി തീർന്നപ്പോൾ ആ സർപ്പത്തിന്റെ വാലിൽ പിടിക്കുമ്പോൾ സർപ്പം പൂർവ്വസ്ഥിതിയായി വടിയായി തീരുകയാണ്. അത് ഒരു അടയാളമായിരുന്നു. മോശയ്ക്ക് ധൈര്യപ്പെടുത്താൻ വേണ്ടി ദൈവം കൊടുത്ത ഒരു അടയാളമാണ്, നീ പോവുക. ഇവിടെ പറയുന്നുണ്ട്, നീ പോകുമ്പോൾ നിന്നോട് കൂടെ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് ധൈര്യപ്പെടുത്തി മോശ അയക്കുന്ന ദൈവം. അപ്പൊ ഈജിപ്തിലേക്ക് മോശ പോകുമ്പോൾ അഹ്റോനെ കൂടെ ചേർക്കാൻ പറയണം. കാരണം നീ പറയുന്നത് കാര്യങ്ങള് ഫറവോയുടെ മുമ്പിൽ എന്റെ സഹചാരിയായിരിക്കുന്ന അഹ്റോൻ അവിടെ സംസാരിക്കും. നീ അവനെ കൂടെ കൂട്ടുക. അവൻ നിനക്ക് വേണ്ടി അവിടെ നിന്റെ പ്രതിനിധിയായിട്ട് സംസാരിക്കും ഫറവോയുടെ അടുക്കല്. അവിടെ നമ്മളിവിടെ വായിക്കുന്നുണ്ട്, മോശയെ വിളിച്ചിട്ട് മോശയെ ഈ ഫറവോയുടെ കൊട്ടാരത്തിൽ അയക്കുമ്പോൾ നമ്മൾ കാണുന്നു, മോശ ഫറവോയുടെ അടുത്ത് ചെന്ന് ഫറവോയോട് പറയുന്നുണ്ട്, ഹെബ്രായ ജനത്തെ അവരുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി 3 ദിവസത്തേക്ക് മരുഭൂമിയിലേക്ക് അയക്കുക എന്ന്. അവർ പറയുന്ന ഒറ്റ ഡിമാൻഡേ ഉള്ളു, ഈ ജനത്തെ ഇവിടെ നിന്ന് ഒരുമിച്ച് കൊണ്ടുപോകാനല്ല. മോശ അവിടെ ചെന്ന് ഫറവോയോട് പറയുന്നത്, ഇസ്രായേൽ ജനത്തിന് അവരുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി 3 ദിവസത്തേക്ക് അവരെ പറഞ്ഞു വിടുക എന്ന്. അവിടെ ഫറവോ മനസ്സിലാക്കേണ്ടത് എന്തിലും കെണിയുണ്ടെന്ന്. നിങ്ങളുടെ ലക്ഷ്യം നല്ലത്. ഇവിടെ അവസാനത്തെ മഹാമാരി അയക്കും ഫറവോ പറയുന്നുണ്ട്, ഇതിലെന്തോ കെണിയുണ്ടെന്ന്. കാരണം മഹാമാരി അയക്കുമ്പോൾ 10ാമത്തെ മഹാമാരി അയക്കുമ്പോൾ അതിനു മുമ്പായിട്ട് ഈ പലതവണയായിട്ട് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ 12ാം അധ്യായത്തിൽ വീണ്ടും വായിക്കുന്നുണ്ട്, ഇസ്രായേൽ ജനത്തിനെ അവരുടെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് പലതവണയായിട്ട് ഓരോ ആവശ്യങ്ങൾ പറയുന്നുണ്ട്, ഓരോ മഹാമാരിയും. അതിൽ ഒരു പ്രാവശ്യം പറയുന്നുണ്ട്, ഫറവോ മോശയോട് പറയുന്നുണ്ട്, 3 ദിവസത്തേക്ക് കൂരിട്ട് പോയി പറ്റും. അവർക്ക് പരസ്പരം കാണാനോ യഥേഷ്ടം നീങ്ങാനോ സാധിച്ചില്ല. എന്നാൽ ഇസ്രായേൽക്കാരുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു. അപ്പോൾ ഫറവോ മോശയെ വിളിച്ചു പറഞ്ഞു, പോയി നിങ്ങളുടെ കർത്താവിനെ ആരാധിച്ചോളൂ, ആടുമാടുകൾ മാത്രം ഇവിടെ നിൽക്കട്ടെ, കുട്ടികൾ. അങ്ങനെ പലതവണ. കാരണം ഫറവോയ്ക്കറിയാം ഈ ഇസ്രായേൽ ജനം
പൂർണ്ണമായിട്ട് ഇവിടുന്ന് പോയാൽ അവിടെ മടങ്ങി വരില്ലെന്ന്. അതുകൊണ്ട് പറയുന്നുണ്ട്, ആദ്യം പറയുന്നത് പുരുഷന്മാര് പോയി അവിടെ ദൈവമായ കർത്താവിന് ആരാധന നടത്തി മടങ്ങി വരട്ടെ. പിന്നീട് പറയുന്നത് പുരുഷനും സ്ത്രീയും കുട്ടികളുമായി പോയി ആരാധന നടത്തി മടങ്ങി വരട്ടെ. ആടുമാടുകൾ വയ്ക്കണം. കാരണം ആടുമാടുകളെ സ്വത്തുക്കളെ ഇല്ലാതെ ഇവര് പോകില്ലെന്ന് ഫറവോയ്ക്കറിയാം. അപ്പൊ ഈ മോശയെ അയക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയും ദൈവസന്നിധിയിലെ പ്രതിനിധിയായിട്ട് ഫറവോയുടെ മുമ്പിൽ ഇരിക്കാനായിട്ട് ഏറ്റവും കഴിവുറ്റ ഒരു മനുഷ്യനാണ് മോശ എന്ന് കണ്ടുകൊണ്ടാണ് ദൈവം മോശയെ തിരഞ്ഞെടുക്കുന്നത്. അതോടൊപ്പം തന്നെ മോശയുടെ കൂടെ ആയിരിക്കാൻ നമ്മൾ 4-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇപ്രകാരം മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഞാൻ ഒരിക്കലും വാക്ചാതുര്യമുള്ളവനായിരുന്നില്ല. ശ്രദ്ധിക്കുക, പുറപ്പാടിന്റെ പുസ്തകം 4-ാം അധ്യായത്തില് 10-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയണ്, മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഞാൻ ഒരിക്കലും വാക്ചാതുര്യമുള്ളവനായിരുന്നില്ല. അങ്ങ് ദാസനോട് സംസാരിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ. സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ. കർത്താവ് അവനോട് ചോദിച്ചു, ആരാണ് മനുഷ്യനെ സംസാരശേഷി നൽകിയത്? ആരാണ് അവനെ കാഴ്ചയുള്ളവന് കുരുടനാക്കുന്നത്? കർത്താവ് ഞാനല്ലേ. ആകയാൽ നീ പുറപ്പെടുക, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. നീ പറയേണ്ടത് എന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. എന്നാൽ അവൻ അപേക്ഷിച്ചു, കർത്താവെ, ദയ ചെയ്ത് മറ്റാരെങ്കിലും അയക്കണമേ. അപ്പോൾ കർത്താവ് മോശയോട് കോപിച്ചു പറഞ്ഞു, നിനക്ക് ലേവനായ അഹ്റോൻ എന്നൊരു സഹോദരനുണ്ടല്ലോ, അവൻ നന്നായി സംസാരിക്കുമെന്ന് എനിക്കറിയാം. ഇതാ അവൻ നിന്നെ കാണാൻ വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ സന്തോഷിക്കും. പറയേണ്ട വാക്കുകൾ നീ അവന് പറഞ്ഞു കൊടുക്കുക. ഞാൻ നിന്നെയും അവന്റെയും നാവിനെ ശക്തിപ്പെടുത്തും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരികയും ചെയ്യും. അവൻ നിനക്ക് പകരം ജനത്തോട് സംസാരിക്കും. അവൻ നിന്റെ വാക്താവായിരിക്കും. നീ അവന് ദൈവത്തെ പോലെയാകും. ഈ വടി കയ്യിലെടുത്തുകൊള്ളുക. നീ അതുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കണ്ട, ആ 4-ാം അധ്യായത്തില് 10-ാമത്തെ വാക്യം മുതല് മോശയെ ദൈവം തെരഞ്ഞെടുക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന ഉറപ്പാണ്. കാരണം ഇനിയുള്ള യാത്ര നമ്മൾ ഇവിടെ ഞാൻ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇസ്രായേൽ ജനം ഈജിപ്തിലേക്ക് പോയത് 70 പേര്. ആ പോകുന്നതിന് മുമ്പ് ഇസ്രായേൽ ജനം യാക്കോബിന്റെ മക്കള് ധാന്യമാക്കി വരുന്നുണ്ട്. ബെഞ്ചമിനെ കൊണ്ടുപോകാൻ വേണ്ടി വീണ്ടും ഫറവോയുടെ അടുത്ത് പോകുന്നുണ്ട്. പിന്നെ മടങ്ങി വന്ന് യാക്കോബും കുടുംബവും കൂടി ഈജിപ്തിലേക്ക് പോകുന്നത്. അങ്ങനെ പല തവണയായിട്ട് ഈജിപ്തും കാനാൻ ദേശവുമായി സഞ്ചരിച്ചിരുന്ന ആ ദൂരം പിന്നീട് ഇസ്രായേൽ ജനത്തെ മോശ 430 വർഷം തികയുന്ന അന്ന് മോശ അവരെ പുറത്തു കൊണ്ടുവന്നു, കാനാൻ ദേശത്ത് കൊണ്ടുപോകാൻ വേണ്ടി. എന്നാൽ ഈ കാനാൻ ദേശത്തേക്ക് പോകേണ്ട ദൂരം നമ്മൾ ആദ്യം കണ്ടു. ചുരുങ്ങിയ ദിവസം കൊണ്ട് അവർ പലതവണ പോയി ധാന്യം വാങ്ങിക്കാനും സഹോദരനെ കൊണ്ടുപോകാനായി പോയി വന്ന ആ സ്ഥലത്തേക്കുള്ള 2-ാമത്തെ യാത്രയില് 40 വർഷം എടുത്തു. 40 വർഷം കഴിഞ്ഞാണ് ഇസ്രായേൽ ജനം കാനാൻ ദേശത്തെത്തിയത്. ആ 40 വർഷം എടുക്കാൻ എന്താണ് കാരണമായതെന്ന് ഞാൻ പലപ്പോഴും പലരോടും ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒരാള് പോലും അതിന് വ്യക്തതയോടുകൂടിയുള്ള ഒരു മറുപടി തന്നിട്ടില്ല. അപ്പൊ ഈ 40 വർഷക്കാലം എടുക്കേണ്ടി വരുന്ന ആ ദൈർഘ്യമേറിയ കാലയളവില് ഇസ്രായേൽ ജനത്തെ നയിക്കാൻ സൗമ്യനായ ഒരു മനുഷ്യനില്ലെങ്കിൽ അത് കഴിയുകയില്ല എന്ന് ദൈവത്തിന് ഉറപ്പുണ്ടായത് കൊണ്ടാണ് നമ്മളിപ്പോ വായിച്ച വചനം മനസ്സിൽ കുറിക്കുക. ഞാൻ അതിന് യോഗ്യനല്ല, എനിക്ക് അതിനുള്ള കഴിവില്ലെന്ന് പറയുമ്പോഴും ദൈവം കോപിച്ചുകൊണ്ട് തന്നെ അതിനൊരു പ്രതിവിധി പറഞ്ഞു കൊടുക്കുകയാണ്. ലേവനായ ഒരു സഹോദരൻ നിനക്കുണ്ടല്ലോ, അഹ്റോൻ, അവൻ സംസാര ശക്തിയും വാക്ചാതുര്യം ഉള്ളവനാണ്. അവൻ നിന്റെ പ്രതിനിധി ആയിരിക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും കൂടി പോവുക ഫറവോയുടെ കൊട്ടാരത്തിലേക്ക്, എന്റെ ജനത്തെ വിട്ടു തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദൈവം പറഞ്ഞ ഉറപ്പ് സ്വീകരിച്ചുകൊണ്ട് മോശയും അഹ്റോനും കൂടി ഈജിപ്തിലേക്ക് ചെന്ന് ഫറവോയുടെ കൊട്ടാരത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ തങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി 3 ദിവസത്തേക്ക് വിട്ടുതരണമെന്ന് ആവശ്യപ്പെടുകയാണ്. 3 ദിവസത്തേക്ക് മാത്രം. നമ്മൾ ആ ചരിത്രമാണ് ഇനി പഠിക്കാൻ പോകുന്നത്.
ആ 3 ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടിയുള്ള ആ അനുവാദം ഫറവോ കൊടുക്കുന്നതിനായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അങ്ങനെ ആ 3 ദിവസത്തേക്ക് വേണ്ടിയുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള ആ അനുവാദം കൊടുക്കാതെ വരുമ്പോൾ ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് ദൈവം അവർക്കായിട്ട് നൽകുന്ന ശിക്ഷയെ പറ്റി. നമ്മള് പുറപ്പാടിന്റെ പുസ്തകത്തില് വായിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തെ വിട്ടുകൊടുക്കാതെ വരുമ്പോൾ ഓരോ പ്രാവശ്യവും ഫറവോയുടെ കൊട്ടാരത്തിൽ നിന്ന് ഫറവോനും കൂടി ഇസ്രായേൽ ജനത്തെ, ഹെബ്രായ ജനത്തെ അവരുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി ഒന്ന് വിട്ടുതരണമെന്ന് ആവശ്യപ്പെടാൻ ചെല്ലുമ്പോൾ അതിന് അനുവദിക്കാതെ വരുമ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങള് ഈ ബൈബിളില്, ഈ ചരിത്രത്തില് ഇത്രമാത്രം അത്ഭുതങ്ങൾ നടന്ന ഒരു സംഭവം ഒരിടത്തും നമുക്ക് കാണില്ല. അത്രമാത്രം സംഭവ ബഹുലമായ ഒരു ചരിത്രമാണ് പുറപ്പാടിന്റെ പുസ്തകത്തിലും ജോഷുവയുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. പുറപ്പാടിന്റെ പുസ്തകത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ശക്തമായ കരത്താലും നീട്ടിയ ഭുജത്താലും ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവന്ന ദൈവം. അവിടെ ദൈവം പറയുന്നുണ്ട്, 10 മഹാമാരികൾ അയച്ചുകൊണ്ട് ഫറവോയെ കഠിന ഹൃദയനാക്കിയ ദൈവം തന്റെ ദാസനായ അബ്രഹാത്തോട് ചെയ്ത വാഗ്ദാന പ്രകാരം ഈജിപ്തിന്റെ അടിമത്തത്തിനകത്ത് ഇസ്രായേൽ ജനത്തെ 4 തലമുറ കഴിയുമ്പോൾ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞ വാഗ്ദാനം അനുസരിച്ച് 10 മഹാമാരികൾ ഈജിപ്തിലുടനീളം അയക്കുന്ന ദൈവം. 10 മഹാമാരികൾ ഇവിടെ പറയുന്നുണ്ട്. ആദ്യത്തെ അത്ഭുതം എന്താണ്? ആദ്യത്തെ അത്ഭുതം ഫറവോ ഇത് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടി, ആ വടി നിലത്തിട്ടപ്പോൾ അത് സർപ്പമായി തീരുകയും ഫറവോ പോറ്റി വളർത്ത മന്ത്രവാദികളും വരികയാണ് മോശയോടും അഹരോനോടും പിടിച്ചു നിൽക്കാൻ വേണ്ടി. അവിടെ മോശ നിലത്തിട്ട വടി സർപ്പമായി തീരുമ്പോൾ ഫറവോയുടെ മന്ത്രവാദികളും അവിടെ മന്ത്രവാദം ഉപയോഗിച്ചുകൊണ്ട് സർപ്പത്തെ മോശയിട്ട വടിയുടെ അടുത്തേക്ക് വിടുന്നു. പക്ഷെ അവിടെ മോശയുടെ വടി താഴ്ത്തിട്ടപ്പോൾ സർപ്പമായി തീർന്ന ആ സർപ്പം ഫറവോയുടെ മന്ത്രവാദിയുടെ മുഴുവൻ സർപ്പങ്ങളെ വിഴുകിക്കളയിട്ട് വായിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ അത്ഭുതം, ഫറവോയുടെ കൊട്ടാരത്തിൽ നടന്ന ആദ്യത്തെ അത്ഭുതമാണ് സർപ്പമായി തീരുന്നത്. രണ്ടാമത്തെ അത്ഭുതമാണ് 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തവള വ്യാപിക്കുന്നു. മൂന്നാമത് പേൻ വർദ്ധിക്കുന്നു. പുറപ്പാടിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ വായിക്കുന്നത് ഈച്ചകൾ വർദ്ധിക്കുന്നു. 5-ാമത്തത് 9-ാം അധ്യായത്തിൽ മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു. വീണ്ടും 9-ാം അധ്യായത്തിൽ വരുമ്പോൾ വ്രണങ്ങൾ ബാധിക്കുന്നു ശരീരം മുഴുവൻ. ഈജിപ്തിലുള്ള ഫറവോയുടെ കൊട്ടാരത്തിലും ഫറവോയുടെ നാട്ടിൽ ജീവിക്കുന്ന എല്ലാവരുടെ മനുഷ്യരുടെ മേലെ വ്രണങ്ങൾ, ശരീരം ചീഞ്ഞഴിയുന്ന അവസ്ഥ. ഇനി കൽമഴ പെയ്യുന്നു, കാരണം മൃഗങ്ങളൊക്കെ ചത്തൊടുങ്ങുന്നു. ഭവനങ്ങളിൽ നിന്ന് പുറത്തു പോകുന്നവരുടെ മേൽ കല്ല് വന്ന് പതിച്ച് മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു. ഇനി അടുത്തത് വെട്ടുക്കിളികളെ വെക്കുന്നു. 3 അന്ധകാരം വ്യാപിക്കുന്നു. അവസാനം 10-ാമത്തെ മഹാമാരിയാണ് ഈജിപ്തിലുള്ള ഫറവോയുടെ കൊട്ടാരം മുതൽ ദാസിദാസന്മാരുടെ ഭവനം വരെ ആദ്യജാതരെല്ലാം മരിച്ചു വീഴുന്ന അവസ്ഥ. നമ്മൾ സാവകാശം അതെല്ലാം പഠിക്കുന്നുണ്ട്. ഇവിടെ ദൈവത്തിന്റെ ശക്തമായ കരത്താലും നീട്ടിഭുജത്തിലാന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് ഇപ്പൊ പങ്കുവെച്ചത്. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് അവരെ പുറത്തു കൊണ്ടുവന്ന ദിവസം അവിടെ പറയുന്ന ഒരു വാക്കാണ്. കാരണം ഇസ്രായേൽ ജനത്തിന്റെ ഇടയ്ക്ക് പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി മോശ ഏൽപ്പിക്കുന്ന ഒരു നിയമമുണ്ട്. നീ ഇസ്രായേൽ ജനത്തെ ഞാൻ നൽകുമെന്ന് പറഞ്ഞ ആ ദേശത്ത് ചെല്ലുമ്പോൾ അവരുടെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്ന ഒരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ വാക്യപ്രകാരമാണ് കർത്താവിന്റെ ശക്തമായ കരത്താൽ പുറത്തു കൊണ്ടുവന്ന ആ ദിവസം നിങ്ങൾക്ക് എന്നും ഒരു അനുസ്മരണ ദിനമായിരിക്കും. ആ ദിവസം പെസഹ ആചരിക്കണം. കർത്താവിന്റെ പെസഹ, ആ പെസഹ ആണ്ടുതോറും നിങ്ങൾ ആചരിക്കണം. അപ്പോൾ നിങ്ങളുടെ മക്കൾ ചോദിക്കും എന്താണ് പെസഹ എന്ന്. അപ്പോൾ നിങ്ങൾ അവരെ പറഞ്ഞ് പഠിപ്പിക്കണം, ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തെ
ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. തന്റെ ശക്തമായ കരുത്താലും നീട്ടിയ ഭുജത്താലും അവിടെ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന ഈ ദിനമാണ് പെസക. ഈ പെസക എന്നും നിങ്ങൾക്കൊരു അനുസ്മരണ ദിനമായിരിക്കണം. അപ്പോൾ വരും തലമുറയിൽ നമ്മൾ പിന്നീട് ചരിത്രം വായിക്കുമ്പോൾ ഇവിടെ എസ്രാ പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിലെ ഗോത്രപിതാക്കന്മാർ പറയുന്നുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞു തന്ന ആ വലിയ അറിവ് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നും അവിടെ നിന്ന് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ കൊണ്ടുവന്നൊക്കെയുള്ള ചരിത്രം ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന പല ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ തലമുറയായി പങ്കുവെച്ചു വന്ന തങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ശക്തമായ കരത്തെക്കുറിച്ച് പൂർവ്വപിതാക്കന്മാർ പറഞ്ഞു പഠിപ്പിച്ച ചരിത്രം, വാമൊഴിയായി പറഞ്ഞ ചരിത്രം, അത് ഇന്നും ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ അതൊരു അടയാളം തന്നെയാണ്. കാരണം മനുഷ്യന് അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ദൈവം തങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പാണ് അവിടെ പ്രകടമാകുന്നത് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട്. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അവിടെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ജനത്തില് 6 ലക്ഷത്തോളം പുരുഷന്മാരുണ്ടായെന്നാണ് പറയുന്നത്. 6 ലക്ഷത്തോളം പുരുഷന്മാര്, അതിനടുത്ത സ്ത്രീകളും അതിനടുത്ത കുട്ടികളും അവരുടെ ദാസിദാസന്മാരും ഉൾപ്പെടെ വലിയൊരു ജനതയെയാണ് മോശയും അഹ്റോനും കൂടി ദൈവം പറഞ്ഞ വാക്കനുസരിച്ച് ഫറവോയുടെ കൊട്ടാരത്തിൽ നിന്നും ഫറവോയുടെ നാട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്ന് അവരെ മോചിപ്പിച്ചത്. അപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ബാഹുല്യം എന്തുമാത്രം ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കാൻ. ഈജിപ്തുകാർ എന്തുകൊണ്ടാണ് ഭയപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇവിടെ പറയുന്ന അവസാനം നമ്മൾ വായിക്കുന്നുണ്ട്, ഈജിപ്തുകാരെ മുഴുവൻ കൊള്ളയടിച്ചാണ് ഇസ്രായേൽക്കാർ പുറത്തു വന്നത്. കാരണം അത്രമാത്രം ഭയം ഉളവാക്കി അവരുടെ ഇടയിൽ. കാരണം നമ്മൾ വായിച്ചു, 9 മഹാമാരികൾ അഴച്ചിട്ടും ഫറവോയുടെ ഹൃദയം ദൈവം കഠിനമാക്കി എന്നാണ് പറയണത്. ഫറവോയുടെ ഹൃദയം ദൈവം കഠിനമാക്കി. എന്തുകൊണ്ടാ? ഭൂമുഖത്ത് ജീവിക്കുന്നൊരു ദൈവം, മറ്റൊരു ദൈവമില്ലെന്ന് ലോകം അറിയുന്നതിന് വേണ്ടിയാ. വെറുതെ അല്ല. വെറുതെ ഈജിപ്തിൽ നിന്നും നിസ്സാരമായി ദൈവത്തിന് പുറത്തു കൊണ്ടുവരാമായിരുന്നു. പക്ഷെ അവിടെ ദൈവം, ഞാൻ അബ്രഹാത്തിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവമാണ്, ജീവിക്കുന്നവരുടെ ദൈവമാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്താൻ വേണ്ടി ദൈവമായ കർത്താവ് ഫറവോയുടെ ഹൃദയത്തെ കഠിനമാക്കി. 9 മാരികള് അവിടെ അയച്ചിട്ടും ഇസ്രായേൽ ജനത്തെ വിട്ടുകൊടുക്കാൻ ഫറവോ തയ്യാറായില്ല. അവിടെ ഫറവോ തയ്യാറാകാത്തതിന് കാരണം ദൈവം ഒരു പദ്ധതി ഒടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ദൈവത്തിന്റെ ശക്തമായ കരത്തെയും നീട്ടിയ ഭുജത്തെയും വരും തലമുറ അറിയുന്നതിന് വേണ്ടി, ദൈവത്തിന്റെ ശക്തി ലോകം അതിനപ്പുറത്തേക്കൊരു ശക്തിയില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടി, അതിനുവേണ്ടി തന്നെയാണ് ദൈവമായ കർത്താവ് ഫറവോയുടെ ഹൃദയത്തെ കഠിനമാക്കി 9 മഹാമാരികൾ ഇവിടെ പറയുന്നുണ്ട്. അവസാനം അന്ധകാരം, ആ ഈജിപ്ത് ദേശം മുഴുവൻ ഇരുട്ടായി തീരുന്നതാണ് പറയുന്നത്. എന്നാൽ ഇസ്രായേൽ ജനം വഹിക്കുന്ന ഹോറേഷില് നല്ല പ്രകാശവും. അപ്പോ ആ 9 കണ്ടിട്ടും പിടിച്ചു നിന്ന ഫറവോയ്ക്കും അവരുടെ ദേശാധിപതിക്കും ജനത്തിനും 10ാമത്തെ മഹാമാരി അനുഭവിച്ചപ്പോൾ പിടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം ഈജിപ്തിലുള്ള മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ആദ്യ ജാതരെല്ലാം മരിച്ചു വീണപ്പോൾ, ചത്തൊടുങ്ങിയപ്പോൾ അവർ ഭയപ്പെട്ടു. അങ്ങനെ അവർ പിടിച്ചു വെച്ചിരുന്ന ഇസ്രായേൽ ജനത്തെ തള്ളി പുറത്താക്കേണ്ട അവസ്ഥ വന്നു. അവരെ യാത്രയാക്കിയത്. കാരണം തങ്ങളുടെ കൈവശമുള്ള സ്വർണവും വെള്ളിയും എല്ലാം എടുത്തു കൊടുത്ത് ഇസ്രായേൽ ജനത്തിന്റെ അവസാനത്തെ ആള് വരെ, ഈജിപ്തിൽ നിന്ന് പുറത്തു പോകുന്നത് വരെ ഈജിപ്തിലുള്ള മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ആദ്യ ജാതിയർ വധിക്കപ്പെട്ടുകൊണ്ടിരുന്നു. അതാണ് മഹാമാരി. ആദ്യം അവിടെ പറയുന്നുണ്ട്, അവസാനത്തെ മഹാമാരി പ്രഭാഷണ പുസ്തകം 12ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്ന അവസാനത്തെ മഹാമാരി
അതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. കാരണം ഈ പെസഹ ആചരിക്കേണ്ട എങ്ങനെയെന്നൊക്കെ മോശയോട് ദൈവം പഠിപ്പിക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഇനി സാവകാശം പഠിക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോ ഒരു പുറപ്പാടിന്റെ ആ ചരിത്രത്തിന്റെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. ആദ്യം മുതൽ നമ്മൾ വായിച്ച് പഠിക്കണം. ഈ 10 മഹാമാരികൾ നടക്കുമ്പോഴും അവിടെ ഇസ്രായേൽ ജനത്തിന്റെ ഈജിപ്ത് അധികാരിയായ ഫറവോയുടെ മനോഭാവത്തെ കുറിച്ചൊക്കെ നമുക്ക് വായിച്ച് വിശദമായി പഠിച്ചു പോകണം. അപ്പോ 10 മഹാമാരികൾക്കൊടുവില് ഇസ്രായേൽ ജനം പുറത്തു വരുമ്പോൾ ഈജിപ്തുകാരെ കൊള്ളയടിച്ച് അവർ പുറത്തു വന്നെന്ന് വായിക്കുന്നത്. അപ്പോൾ ഈ ജനബാഹുല്യം കൊണ്ട് നിറഞ്ഞ ഈ ജനസഞ്ചയത്തെ നയിക്കാൻ വേണ്ടി ഒരു സൗമ്യനായ ഒരു മനുഷ്യൻ മോശ കഴിഞ്ഞിട്ട് വേറെ ഇല്ലെന്ന് ദൈവം കണ്ടെത്തി കഴിഞ്ഞുകൊണ്ടാണ് മോശയെ തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് കഴിയുമ്പോൾ സിനാ മലയിലേക്ക് കടന്നു പോകുന്ന മോശ വരാൻ വൈകിയപ്പോൾ കൽപ്പനകൾ കൊടുക്കാൻ വേണ്ടി സിനാ മലയിലേക്ക് കടന്നു പോയപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മോശയെ കാണാതെ വരുമ്പോൾ ഇസ്രായേൽ ജനം അവരെ പറ്റി നമ്മൾ ഉൽപ്പത്തിയിൽ വായിക്കുന്നത് ദുഷാറ്റയ്ക്ക് ജനതയെ നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തില്. ആ ദുഷാറ്റക്കാരെ ജനത തന്നെയാണ് അതിപ്പോഴും. അവർ പുറത്തു കൊണ്ടുവന്നപ്പോഴും അവർ ഇത്രമാത്രം അത്ഭുതങ്ങൾ കണ്ടിട്ടും ഏതാനും ദിവസത്തേക്ക് തങ്ങളെ നയിച്ച് പുറത്തു കൊണ്ടുവന്ന മോശയെ കാണാതെ വരുമ്പോൾ അവർ അഹരോനോട് പറഞ്ഞ് ഞങ്ങൾക്ക് ആരാധിക്കാൻ വേണ്ടി ഒരു വിഗ്രഹം ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് അവിടെ ഒരു കാളക്കെട്ടി ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ആ കാളക്കെട്ടിയെ ആരാധിക്കുകയും അതിനു മുമ്പിൽ നൃത്തം ചെയ്ത ജനതയെ കണ്ടപ്പോൾ സീനാൻ മലയിൽ ഇറങ്ങി വന്ന ദൈവം കോപിക്കുമ്പോൾ ആ ദൈവത്തിന്റെ മുമ്പിൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ മോശ മാത്രമേ ഉണ്ടായുള്ളൂ. നമ്മൾ വായിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തെ ഒന്നടങ്കം നശിപ്പിക്കാൻ പോകുന്ന അത്രയും കോപം ചൊരിച്ചപ്പോൾ, കാരണം തന്റെ ശക്തമായ കരത്താൽ പുറത്തു കൊണ്ടുവന്ന ഇസ്രായേൽ ജനം ഇത്രമാത്രം അത്ഭുതങ്ങൾ കണ്ടിട്ടും അടയാളങ്ങൾ കണ്ടിട്ടും ചെങ്കടൽ കടന്ന് പുറത്തു കൊണ്ടുവന്ന ഇസ്രായേൽ ജനം അവർ കുറച്ച് ദിവസത്തേക്ക് തങ്ങളെ നയിച്ചു കൊണ്ടുവന്ന മോശയെ കാണാതെ വരുമ്പോൾ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് അവർ തങ്ങൾക്ക് വേണ്ടി ആരാധിക്കാൻ വേണ്ടി ഒരു ദേവൻ ഉണ്ടാക്കി തരാൻ അഹ്റോനോട് പറയുമ്പോൾ അഹ്റോൻ അവർക്ക് വേണ്ടി ഒരു കാളക്കുട്ടി ഉണ്ടാക്കിയും ആ കാളക്കുട്ടിയുടെ മുമ്പിൽ നൃത്തമാടിയപ്പോൾ അവരുടെ തുള്ളൽ സ്വരം കേട്ടപ്പോൾ ദൈവമാ കർത്താവിന്റെ കോപം ജ്വലിക്കുകയും അവരെ ഒന്നടങ്കം നശിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ മോശ കർത്താവിന്റെ മുമ്പിൽ കമന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ഉഗ്രകോപത്തോട് നിൽക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ മോശ പറയുന്നൊരു വാക്കുണ്ട്. മോശ പറയാണ്, ഈജിപ്തിന്റെ അടിമത്തിനാൽ ഇസ്രായേൽ ജനം അവർക്ക് ഭക്ഷണം കിട്ടിക്കൊണ്ടിരുന്നു. കഠിനമായ വേല എടുക്കേണ്ടി വന്നാലും അവർ പറയുന്നുണ്ട് കഠിനമായ വേല. കാരണം അവർ ഇഷ്ടിക ചുടുന്ന ജോലിക്ക് വേണ്ടിയിട്ട് അവർക്ക് കിട്ടേണ്ട വൈക്കോല് അവർക്ക് കൊടുക്കാതെ അവസാനം വൈക്കോല് പോയി ശേഖരിച്ച് കൊണ്ടുവന്ന് ഇഷ്ടിക ചുട്ട് 1000 ഇഷ്ടിക ഒരു ദിവസം ചുടുന്നുണ്ടെങ്കിൽ പണ്ട് 1000 ഇഷ്ടിക ചുടുമ്പോൾ 1000 ഇഷ്ടിക ചുടുന്നതിനുള്ള എന്നാല് അവരെ പീഡിപ്പിക്കാൻ വേണ്ടി ഫറവോയുടെ അധികാരികൾ പറയാണ് ഇഷ്ടിക ചുടാൻ വേണ്ടിയുള്ള വൈക്കോല് പോയി ശേഖരിച്ച് കൊണ്ടുവന്ന് ഇഷ്ടിക ചുട്ട് അതാത് ദിവസങ്ങളിൽ 1000 ഇഷ്ടിക കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ 1000 ഇഷ്ടിക തന്നെ ഓരോ ദിവസം ഉണ്ടാക്കണമെന്ന് അത്രമാത്രം പീഡിപ്പിച്ചിട്ട് പോലും ഇസ്രായേൽ ജനത്തിന് ആവശ്യമുള്ള ഭക്ഷണം കിട്ടിയിരുന്നു. ആ ജനതയാണ് സ്വതന്ത്രം കിട്ടിയപ്പോൾ ചെങ്കടൽ കടന്ന് പുറത്ത് വന്നപ്പോൾ അവർക്ക് വേണ്ടി ആരാധിക്കാൻ ഒരു വിഗ്രഹം ഉണ്ടാക്കി തരാൻ വേണ്ടി അഹ്റോനോട് പറയുമ്പോൾ ദൈവം അവിടെ കോപിക്കുന്നു. ആ കോപിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ മോശ കമന്ന് വീണിട്ട് പറയുന്നുണ്ട്, ദൈവമായ കർത്താവേ, അങ്ങയുടെ ജനമാണ് ഇസ്രായേൽ. അങ്ങയുടെ ജനത്തെ അവർ അടിമത്തത്തിലായിരുന്നു, എന്നാലും അവർക്കൊരു കുറവില്ലായിരുന്നു ഭക്ഷണത്തിന്. ഇറച്ചി ചട്ടിയുടെ മുമ്പിൽ ഇരുന്നുണ്ട് അവർ ഭക്ഷിച്ചിരുന്നു. അവരെ നിശേഷം നശിപ്പിക്കാൻ വേണ്ടി ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നതാണെന്ന് മറ്റു ജനതകൾ പറയുകയില്ലേ? കർത്താവിന്റെ മുമ്പിലാണ് മോശ പറയുന്നത്, ദൈവത്തിന്റെ മുമ്പില്. അവിടെ ആ മോശയുടെ ആ വാക്ക് കേട്ട് കർത്താവിന്റെ കോപം ശമിപ്പിക്കുക എന്ന് പറയുന്നത്. കർത്താവിന്റെ കോപം ശമിപ്പിക്കത്തക്ക രീതിയിൽ സൗമ്യനായിരുന്നു മോശ. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യനെ ദൈവം തിരഞ്ഞെടുക്കപ്പെട കണ്ടു. 12 അപ്പോസ്തലന്മാര് വിശുദ്ധ സൈമന്റെയും വിശുദ്ധ യൂദായുടെയും തിരുനാൾ ആചരിക്കുമ്പോൾ ആഘോഷിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന ആ തീഷ്ണത വിശുദ്ധ യുദാശ്രീകയുടെയും സൈമന്റെയൊക്കെ അങ്ങനെ അപ്പോസ്തലന്മാരിൽ ഉണ്ടായിരുന്ന തീഷ്ണത തങ്ങളുടെ ദൈവമായ കർത്താവ് യേശു
ജീവിക്കുന്നവനായിരുന്നു, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായിരുന്നു. നമ്മളിവിടെ വായിക്കുന്ന സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഏകദേശം 49ഓളം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം ഈശോ 3 തവണ മരിച്ചവരെ ഉയർപ്പിക്കുന്നു, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു, തളവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. അങ്ങനെ 49ഓളം അത്ഭുതങ്ങൾ ലിഖിതമായിട്ട് സുവിശേഷത്തിലുണ്ട്. ഇവിടെ ഈ അത്ഭുതങ്ങള് നമ്മൾ കേട്ട് അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മൾ. ഇനി പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവമായ കർത്താവിന്റെ ശക്തമായ കരുത്തെയും കേട്ടറിഞ്ഞവരെ നമ്മള്. നമ്മൾ ഇന്ന് എവിടെ ആയിരിക്കുന്നു? ഇതാണ് ഇന്നത്തെ ചിന്ത. ഇത്രമാത്രം കൂടെ ആയിരിക്കുന്ന ദൈവം ഉള്ള ജനത, ഞാനും നിങ്ങളും ക്രിസ്ത്യാനികള്, എവിടെയാണ് നമ്മളുടെ ജീവിതം? നമ്മുടെ വിശ്വാസം എവിടെയാണ്? ഇതാണ് നമ്മുടെ ചിന്തത്തെ വിഷയം. ഞാൻ ഇത്രമാത്രം നിങ്ങളോട് തീക്ഷ്ണതയോടുകൂടി സംസാരിക്കുന്നതിന്റെ കാരണം, നമ്മുടെ ദൈവമായ കർത്താവ് കൂടെയുള്ളത് ഭൂമുഖത്ത് വേറെ ഇല്ല. ജീവിക്കുന്ന ദൈവം. അതാണ് നമ്മൾ പുറപ്പാടിൽ കണ്ടത്. ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവരുമ്പോൾ ചരിത്രത്തിലെ ഇത്രമാത്രം അത്ഭുതങ്ങൾ നടന്ന ഒരു സംഭവമില്ല. ഇത്രമാത്രം അത്ഭുതകരമായി രക്ഷിച്ചുകൊണ്ടുന്ന ഒരു ജനതയില്ല. ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് പോകുമ്പോൾ അവിടെ ബാലാ പ്രവാചകനെ പറ്റിയും ബാലാക്ക് രാജാവിനെ പറ്റിയും പറയുന്നുണ്ട്. ആ ബാലാക്ക് രാജാവ് പറയുന്ന ഒരു വാക്കുണ്ട്, വെട്ടുക്കിളിയെ പോലെ സകലതും വെട്ടിവിഴുകി വരുന്ന ഒരു ജനത, അവരെ തോൽപ്പിക്കാൻ ആർക്കും കഴിയയില്ലെന്ന്. കേട്ടോ, മറ്റ് വിജാതീയ രാജാക്കന്മാര് പറയാണ് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോകുന്ന വഴി അവരെ പറ്റി പറയുന്ന വാക്കാണ്, വെട്ടുക്കിളിയെ പോലെ സകലതും വെട്ടിവിഴുങ്ങുന്ന ഒരു ജനത, അവരെ ആർക്കും തോൽപ്പിക്കാൻ കഴിയുന്നില്ല. ജെറിക്കോ പട്ടണം കീഴടക്കുമ്പോൾ ജെറിക്കോ പട്ടണത്തിൽ വസിച്ചിരുന്ന റഹാവ് എന്ന വേശ്യ രാജ്യം ഒറ്റുനോക്കാൻ വേണ്ടി വന്ന ചാരന്മാരായിട്ടുള്ളവരെ സ്വീകരിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, നിങ്ങൾ ഈ രാജ്യം കീഴടക്കുമെന്ന് എനിക്കറിയാം, കാരണം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. റഹാവ് എന്ന വേശ്യ. ഇനി ഹോളോമോന്റെ സൈന്യാധിപന്റെ കൂടെ ആയിരുന്ന ആ ഗോത്രത്തലവൻ പറയുന്നുണ്ട്, അല്ലയോ സൈന്യാധിപ, ഈ ജനത്തോട് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഒന്നും സൂക്ഷിക്കണം, നല്ലതാ. ഹോളോഫറിന്റെ സൈന്യാധിപന്റെ ഇടയ്ക്കൽ ഗോത്രത്തിന്റെ തലവൻ പറയാണ്, അല്ലയോ സൈന്യാധിപ, ഈ ജനം, ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ജനത്തിന്റെ അടുക്കലേക്ക് യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാ. എന്നിട്ടൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. അവരുടെ ദൈവമായ കർത്താവ് അവർക്ക് കൊടുക്കുന്ന കൽപ്പനകൾക്ക് എതിരായിട്ട് എന്തെങ്കിലും പാവം അവരിപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അങ്ങേക്ക് പോയി തോൽപ്പിക്കാം. എന്നാൽ അവരുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ചാണ് അവർ ജീവിക്കുന്നതെങ്കിൽ അവരെ തോൽപ്പിക്കാൻ അങ്ങേക്ക് കഴിയയില്ല എന്ന്. അതാണ് ഇസ്രായേൽ ജനം. അവരുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾക്കെതിരായി അവർ എന്തെങ്കിലും പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പോയി അങ്ങേക്ക് കീഴടക്കാം. അപ്പൊ അങ്ങേക്ക് എളുപ്പം എന്താണ്? അവരുടെ ദൈവമായ കർത്താവിനെതിരെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും പാപം ചെയ്യിക്കുകയും ചെയ്താൽ അങ്ങേക്ക് അവരെ കീഴടക്കാം. അതുകൊണ്ടാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തില് ദാനിയേലിനെ കുറ്റം കണ്ടുപിടിക്കാൻ കഴിയാതെ വന്നപ്പോൾ ശ്രേഷ്ഠന്മാർ കണ്ടുപിടിച്ച വഴിയാണ് ദാനിയേലിന്റെ ദൈവമായ കർത്താവിനെതിരെയുള്ള നിയമത്തിനെതിരെ പാപം ചെയ്യാൻ ദാനിയേലിനെ കൊണ്ട് പ്രേരിപ്പിക്കുക. അത് നടന്നില്ല. ഇതാണ് ദൈവം നമ്മുടെ. ദാനിയേല് തന്റെ ദൈവമായ കർത്താവിന്റെ മുമ്പിലല്ലാതെ മറ്റൊരു മനുഷ്യന്റെ മുമ്പിലും പ്രതിമയുടെ മുമ്പിലോ രാജാക്കന്മാരുടെ മുമ്പിലോ മുട്ടുമടക്കില്ല എന്ന് ശ്രേഷ്ഠന്മാർക്ക് അറിയാവുന്നത് കൊണ്ട് ദാനിയേലിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു മാർഗം രാജാവിന്റെ പ്രതിമയുണ്ടാക്കി അതിനെ ആരാധിക്കാൻ ഒരു നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ ദാനിയേലിനെ നശിപ്പിക്കാമെന്ന് ശ്രേഷ്ഠന്മാർ കണ്ടു. ലോകത്തിന്റെ അധികാരികളുണ്ട്. എന്നാൽ ദാനിയേൽ അതിന് വഴങ്ങിയില്ല. ദൈവമായ കർത്താവ് രാജാവിന്റെ പ്രതിമയുടെ മുമ്പിൽ മുട്ടുമടക്കാതെ തന്നെ ശിക്ഷ ഏറ്റുവാങ്ങി. നമ്മൾ മക്കമാരുടെ പുസ്തകത്തിലും വായിക്കുന്നുണ്ട്, ഏലയാസർ 90-ാം വയസ്സിലും നിശ്ചിതമായ പന്നി മാംസം ഭക്ഷിക്കാൻ നിർബന്ധിക്കുമ്പോൾ ഏലയാസർ പറയുന്നുണ്ട്, 90-ാം വയസ്സിലും ഏലയാസർ പാപം ചെയ്തെന്ന് ലോകം കപട്യം കാണിച്ചെന്ന് ലോകം അറിയാതിരിക്കാൻ വേണ്ടി നിശ്ചിതമായ മാംസം ഭക്ഷിക്കാതെ തന്നെ പീഡനയന്ത്രത്തിൽ സമീപിച്ച ഏലയാസർ. അങ്ങനെ ഓരോ ചരിത്രം നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ജീവിക്കുന്ന ഓരോ കത്തോലിക്കനും ഓരോ ക്രിസ്ത്യാനും ഞാൻ നിങ്ങൾ അറിയേണ്ടത് നമ്മുടെ ദൈവമായ കർത്താവ് അത് ഈ ഭൂമിയിലുള്ള ഏതൊരു ദേവന്മാരെക്കാൾ ദേവനാണ്. അതുകൊണ്ട് നമ്മൾ സുവിശേഷം, ഞാൻ നേരത്തെ പറഞ്ഞു, സുവിശേഷത്തിലെ 49 അത്ഭുതങ്ങൾ നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ
അവിടെ മനുഷ്യനെ ഉയർപ്പിക്കാൻ കഴിഞ്ഞ ഒരു ദൈവമായി നമ്മുടെ ദൈവം. തൊട്ടു സുഖപ്പെടുന്ന ദൈവം, വിശ്വസിച്ച് തൊടുന്നവരെ സുഖപ്പെടുന്ന ദൈവം, തേടി ചെന്ന കർത്താവ്, ബെത്സേദ കുളക്കടവിന്റെ തളവാദ രോഗിലേക്ക് ഇറങ്ങിച്ചെന്ന കർത്താവ്, ഗരേസര നാട്ടിൽ കിടന്ന അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യന്റെ ഇടയ്ക്ക് ഇറങ്ങി ചെന്ന കർത്താവ്, ദായിസിന്റെ പുത്രിയെ ചെന്ന് സുഖപ്പെടുത്തിയ കർത്താവ്, ലാസനെ ഉയർപ്പിച്ച കർത്താവ്, നയനയിലെ വിധവരെ പുത്രനെ ഉയർപ്പിച്ച കർത്താവ്. ഇവിടെ അത്ഭുതങ്ങളുടെ ഒരു കൂമ്പാരമാണ് നമ്മുടെ ദൈവത്തിന്റെ ശക്തി. അത് തന്നെയാണ് നമ്മൾ ഈ പുറപ്പാടിൽ കണ്ടുപിടിക്കുന്നത്. ദൈവം, ശക്തനായ ദൈവം. അതുകൊണ്ടാണ് സാവൂളിനോട് ഈശോ പറഞ്ഞു, സാവൂൾ സാവൂൾ, നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? സാവൂൾ ചോദിക്കുന്നുണ്ട്, അങ്ങ് ആരാണ് പ്രഭു? ഞാൻ നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാകുന്നു, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാകുന്നു. അതേ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജ്ഞാനസ്ഥാനം സ്വീകരിച്ച ഏതൊരു വ്യക്തിയുടെയും കൂടെ ഈ ക്രിസ്തുവുണ്ട്. അവന് കവിജയമായി, പരിചയമായി യേശു കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാകുന്നു ഞാൻ. ക്രിസ്തുവിനെ സാവൂൾ പീഡിപ്പിച്ചില്ല. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ ഇറങ്ങിയ സാവൂളിന്റെ അടുക്കലേക്കാണ് യേശു വന്നിട്ട് പറയുന്നത്, ഇരുമ്പാടിയെ തൊഴിക്കുന്നത് നിനക്ക് നന്നല്ല എന്ന്. എന്തുകൊണ്ടെന്നാൽ ഓരോ ക്രിസ്ത്യാനിയുടെ മേൽ കരമുയർത്തുന്നവർ കർത്താവിന്റെ നേരെയാണ് കരമുയർത്തുന്നുള്ള സത്യം ലോകം അറിയണം. അവിടെ കർത്താവ് ഇടപെടും. കർത്താവിന് അസാധ്യമല്ല, മനുഷ്യന് അസാധ്യമാണെന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന് പത്രോസിനോട് പറയുന്നുണ്ടെങ്കിൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. സഹോദരങ്ങളെ, നമ്മൾ എത്രയോ ഭാഗ്യം നേടിയ ജനമാ നമ്മുടെ ദൈവമായ കർത്താവ്. അതാണ് നിയമവർത്തനം 4 ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഇത്രമാത്രം കൂടെ നടക്കുന്ന ദൈവമായ കർത്താവ്, ദൈവം എവിടെയാണ്? കൂടെ നടക്കുന്ന ദൈവം, കൂടെ ആയിരിക്കുന്ന ഒരു ശ്രേഷ്ഠ ജനത. അതാണ് ഞാനും നിങ്ങളും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഇന്ന് തുടക്കം കുറിച്ച് പുറപ്പാട് കഴിഞ്ഞ 12 ക്ലാസ്സിലായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 50 അധ്യായങ്ങൾ പൂർത്തീകരിച്ചു. ഇനി നമ്മൾ പഠിക്കേണ്ടത് പുറപ്പാടിന്റെ പുസ്തകമാണ്, ചരിത്രം. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് കാനാൻ ദേശത്ത് ജോഷുവ എത്തിക്കുന്നതിനുള്ള ചരിത്രം നമ്മൾ പഠിക്കണം. അതിനിടക്ക് എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് എമൗസിലേക്ക് പോയ ശിഷ്യരോട് കർത്താവ് പറയുന്നുണ്ട്, മോശയുടെ പ്രമാണവും പ്രവചന ഗ്രന്ഥവും അറിയാതെ പോയ മോശന്മാരായവരെന്ന്. അപ്പൊ മോശയുടെ പ്രമാണവും പ്രവചന ഗ്രന്ഥവും ഓരോ ക്രിസ്ത്യാനിയും പഠിക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മോശ തന്നെ പറ്റി എഴുതിയിരിക്കുന്ന വചനങ്ങള്, മോശ മുതല് സങ്കീർത്തനത്തിലും രാജാക്കന്മാരുടെ പുസ്തകത്തിലും പ്രവചന ഗ്രന്ഥത്തിലും യേശുവിനെ പറ്റി എഴുതിയിരിക്കുന്നത് പഠിക്കാത്ത മോശന്മാരായവരെന്നാണ് എമ്മാവുസിൽ പോയ ശിഷ്യന്മാരെ വിളിച്ചത്. ലാസറിന്റെ ധനവാന്റെ ഉപമയില് ധനവാനോടും അബ്രഹാം പറയാണ്, ധനവാൻ പറയുന്നുണ്ട്, ഇതാ എന്റെ 5 സഹോദരന്മാരുണ്ട്, അവരും ഈ തീയിൽ വന്ന് പതിക്കാതിരിക്കാൻ വേണ്ടി ഈ ലാസറിനെ വിടണം എന്ന് പറയുമ്പോഴും അവിടെ അബ്രഹാം പറയുന്നത് അവർക്ക് മോശയും പ്രവാചകരുണ്ട്. സഹോദരങ്ങളെ, മോശയുടെ നിയമം, പ്രവചന ഗ്രന്ഥം ഓരോ ക്രിസ്ത്യാനിയും പഠിച്ചിരിക്കണം. അതിനകത്ത് എല്ലാം ഉണ്ട്. നിയമം, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അതിരത്തിലുണ്ടായിരിക്കണം. അത് രാവും പോലും അതിനെക്കുറിച്ച് ധ്യാനിക്കണം. നിങ്ങളുടെ മക്കളെ പറഞ്ഞത് പഠിപ്പിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തലമുറയെ പഠിപ്പിക്കണം. അപ്പൊ ക്രിസ്തു ആരെന്നറിയും. അതിലെല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട്. പുറപ്പാട് നമ്മൾ വായിക്കുന്നുണ്ട്. മോശ 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രമാണങ്ങൾ കൊടുക്കുന്നത്, അതിന്റെ വ്യാഖ്യാനങ്ങള് സംഖ്യാപ്രവാചന പുസ്തകത്തില്, ലേവ്യരുടെ പുസ്തകത്തില്, നിയമാവർത്തന പുസ്തകത്തില്, ജോഷുവയുടെ പുസ്തകത്തിലെല്ലാം നിയമങ്ങൾ അടങ്ങിയിട്ട് 6 പുസ്തകങ്ങൾ നമ്മൾ പഠിക്കണം. പഞ്ചഗ്രന്ഥി പുസ്തകം എന്നറിയപ്പെടുന്ന ഉൽപ്പത്തി, പുറപ്പാട്, സംഖ്യ, ലേവ്യ, നിയമാവർത്തനം, ജോഷുവ, ഈ പുസ്തകങ്ങളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്ത് എത്തിക്കുന്ന മോശ തെരഞ്ഞെടുത്ത ജോഷുവ ജെറിക്കോ കീഴടക്കി കാനാൻ ദേശം കൊണ്ട് അവർക്ക് 11 ഗോത്രങ്ങൾക്കും രാജ്യം വിഭജിച്ചു കൊടുക്കുന്ന ജോഷുവ. നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം. സമയം അതിക്രമിച്ചു. ഭക്തിയോടുകൂടി ആയിരുന്നുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ ജപമാല മാസത്തില്, ജപമാല മാസ ജനത്തിന്റെ സമാപനത്തിലേക്ക് കടന്നു വരികയാണ്. ജപമാല ഭക്തിയില് എല്ലാവരും വളർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് ചേർന്ന്. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീ
അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും പുഴന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.